ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന റെസിപ്പി വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കട്ട്ലറ്റാണ്. ഓട്സ് കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കട്ട്ലറ്റാണ് നമ്മൾ തയ്യാറാക്കുന്നത്. വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. പുറം നല്ല ക്രിസ്പിയും നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഒരു കട്ട്ലറ്റാണ്. അധികം ഓയിലൊന്നും ചേർക്കാതെയാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള കട്ട്ലറ്റാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കട്ട്ലറ്റ് എങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ ഓട്സ് കട്ട്ലറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ഓട്സാണ് എടുത്തിരിക്കുന്നത്. 250 ml അളവിലുള്ള കപ്പിൽ 1 കപ്പ് എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് നനച്ച് വയ്ക്കണം. ഒന്ന് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് നനച്ച് വയ്ക്കുക. ഒരുപാട് വെള്ളം കൂടി പോകരുത്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നനച്ച് വെച്ചാൽ മാത്രം മതി. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ചെറിയ സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കാം, ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇനി ഈ സവാളയിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് ക്യാപ്സിക്കം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്, അപ്പോൾ അതും ചേർത്ത് കൊടുക്കാം. പിന്നെ ക്യാബേജ് ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്തത് ഒരു 1/2 കപ്പ് ഉണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് നനച്ച് വെച്ചിരിക്കുന്ന ഓട്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വെജിറ്റബിളും ഓട്സും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിന്ന് അടച്ചു വെച്ചെടുക്കാം. ചെറിയ തീയിൽ ഒരു 3-4 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. വെജിറ്റബിളും ഓട്സൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തതാണ്, അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് ബ്രെഡ് ക്രംസ് ആണ്, അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം, ചെറുതായിട്ട് അരിഞ്ഞത്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 3-4 മിനിറ്റ് ചെറിയ തീയിൽ നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒരു 10 മിനിറ്റ് ആയി. നന്നായിട്ട് ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി കയ്യിൽ നന്നായിട്ട് ഓയിലൊന്ന് തടവിയതിന് ശേഷം, നല്ലതുപോലെ ഓയിൽ തടവിയതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് മാവെടുക്കുക. എന്നിട്ട് നമ്മൾ കട്ട്ലറ്റിൻ്റെ ഷേപ്പിന് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ കയ്യിൽ വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഇതുപോലെ നല്ല ഷേപ്പാക്കി കിട്ടും. അപ്പോൾ ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മുട്ടയിൽ ഡിപ്പ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്തെടുക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നേരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അത് ഡീപ്പ് ഫ്രൈ അല്ല, ഷാലോ ഫ്രൈ ആണ്. അപ്പോൾ അത് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നതുകൊണ്ട് നമുക്ക് അധികം ഓയിലൊന്നും വേണ്ട. അപ്പോൾ ഇത്ര മാത്രം മതി ഓയിൽ. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് തീ കൂട്ടി വെക്കേണ്ട, ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒരു വശം ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം.
അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള കട്ട്ലറ്റ് എല്ലാം ഫ്രൈ ചെയ്ത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ ടേസ്റ്റാണ്. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഓട്സ് ആയതുകൊണ്ട് ടേസ്റ്റ് കാണോ ഇല്ലേ എന്നൊക്കെ ഒരു സംശയം ഉണ്ടാവും. പക്ഷേ നല്ല ടേസ്റ്റാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കട്ട്ലറ്റാണ്. പുറഭാഗം നല്ല ക്രിസ്പിയാണ്. അപ്പോൾ നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് ഫ്രൈ ചെയ്തെടുക്കണം. ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ പുതിയ നല്ല ഈസി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്